നിങ്ങളെ ഗോൾ എന്ന് പറയുന്നത് അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനാണ്. നിങ്ങളിപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്, സ്പോർട്സിൽ അതായത് 100 മീറ്റർ 200 മീറ്ററിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റയർ വർക്കൗട്ട് റൂട്ടീനേ മാറി. നമ്മൾ നോർമലി ജിമ്മിൽ പോവാൻ മസിൽ ബിൽഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പർട്രഫിക് ആണ് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 to 12 റെപ്പറ്റീഷനിൽ ഓരോ എക്സസൈസും ഒരു 3-4 സെറ്റുകളായിട്ട് കാര്യം ചെയ്യേണ്ടതാണ്. പക്ഷെ അതേസമയം അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും സ്ട്രെങ്ത് ആൻഡ് എക്സ്പ്ലോസീവ്നെസ്സിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതാണ്. സ്ട്രെങ്ത് ആൻഡ് എക്സ്പ്ലോസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ 100 മീറ്റർ റേസിൽ അല്ലെങ്കിൽ 200 മീറ്റർ റേസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഒരു ഗണ്ണ് ഫയർ ചെയ്യുമല്ലോ, അപ്പോഴാണല്ലോ സ്റ്റാർട്ട്. അപ്പോൾ ആ ഗണ്ണ് ഫയർ ചെയ്യുന്ന ടൈമിൽ സെക്കൻഡ്സിലല്ല, മില്ലി സെക്കൻഡ്സിൽ ആ ഫയർ ചെയ്യുമ്പോൾ ആ ബുള്ളറ്റ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങുന്ന ടൈമിൽ തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്യണം. ആ സ്റ്റാർട്ടിനനുസരിച്ചായിരിക്കും ഓല എത്രത്തോളം ഫിനിഷ് ചെയ്യണം എന്നുള്ള ആ ഒരു ടൈം. ഇപ്പോൾ 100 മീറ്ററിൻ്റെ ടൈം എന്ന് പറയുന്നത് ഉസൈൻ ബോൾട്ടിൻ്റെ ടൈം എന്ന് പറയുന്നത് 9 സെക്കൻഡ്സ് ആണല്ലോ. അപ്പോൾ ഇത്ര സെക്കൻഡ്സിനുള്ളിൽ ആ 100 മീറ്റർ ക്രോസ് ചെയ്യുമ്പോൾ അതിൽ മില്ലി സെക്കൻഡ്സ് വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഓല ബ്രെയിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആ ന്യൂറോൺസ് ഫയർ ചെയ്യണം, എന്നാലും ഓൽക്ക് ആ മസിൽസ് അപ്പം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും ഫാസ്റ്റിൽ. അപ്പോൾ ഈ സംഭവമാണ് എക്സ്പ്ലോസീവ്നെസ് അതുപോലെ റിയാക്ഷൻ ടൈം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്ലറ്റിക് പെർഫോമൻസിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മൾ സാധാ ബോഡി ബിൽഡിങ്ങിന് ചെയ്യുന്ന പോലെ 10 to 12 റെപ്പിന് പകരം ചിലപ്പോൾ 3-4 റെപ്പുകൾ ഉണ്ടാവുള്ളൂ. ഒക്കെ ഭയങ്കര ഫാസ്റ്റിൽ ഭയങ്കര ഇൻറ്റൻസിറ്റിയിലേക്കാണ് ചെയ്യേണ്ടത്.